ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിനം അത് നാളെയാണ്. ഇതിനു മുന്നേ നടന്ന പരിശീലന മത്സരത്തിൽ ഋഷഭ് പന്തും രോഹിത് ശർമ്മയും അടിച്ചു കളിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഏകദിനം സമനിലയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ടീമിൽ വലിയ പ്രശ്നങ്ങൾ ആയിരിക്കുകയാണ്. ജയിക്കേണ്ട മത്സരമാണ് ഇന്ത്യ കൊണ്ടുപോയി കളഞ്ഞത്. ഇപ്പോഴത്തെ ഇന്ത്യ പരിശീലന മത്സരം കളിച്ചിരിക്കുകയാണ്. നാളത്തെ രണ്ടാം ഏകദിനത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ത്യ പരിശീലന മാച്ച് കളിച്ചിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അതുപോലെ ഋഷഭ് പന്തും. ജയിക്കേണ്ട മത്സരം കൈവിട്ടപ്പോൾ രോഹിത് ശർമ്മ ശരിക്കും ദേഷ്യപ്പെട്ടു. ഇന്നലത്തെ മാച്ച് സമനിലയായത് രോഹിത് ശർമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മികച്ച കളിയാണെന്ന് രോഹിത് കാഴ്ചവെച്ചത്. നാളത്തെ ഏകദിനത്തിൽ ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടിയിരിക്കുന്നു. നാളെ തോറ്റാൽ അത് ഇന്ത്യക്ക് ക്ഷീണമാണ്. T20 പരമ്പര തൂത്തുവാരി ഇന്ത്യക്ക് ഏകദിനം അത്ര ഈസി ആകുന്നില്ല. കോച്ച് ഗൗതം ഗംഭീറും ബൗളേഴ്സിന് പുതിയ ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർഷദീപ് മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. ഒരു സിംഗിൾ എടുക്കേണ്ട സമയത്താണ് അർഷദീപ് ആഞ്ഞടിച്ചത്. അതാണ് കളി സമനിലയാകാൻ കാരണമായത്. നാളത്തെ മാച്ചിൽ ഇന്ത്യ പുതിയ ടെക്നിക്കായിരിക്കും പയറ്റാൻ പോകുന്നത്. ശ്രീലങ്കൻ ടീമിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. രോഹിത്തും കോച്ച് ഗംഭീറും കൂടി പുതിയ പ്ലാനുകൾ തയ്യാറാക്കുകയാണ്. അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പരിശീലന മാച്ച് കളിച്ചിരിക്കുന്നത്. ഇന്ന് രോഹിത് ശർമ്മയും ഋഷഭ് പന്തുമാണ് പ്രാക്ടീസ് മാച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും ഓപ്പണിംഗിൽ അടിച്ചു കളിച്ചു. ഗില്ലിനെ മാറ്റി ഋഷഭ് പന്തിനെ ഓപ്പണിംഗിൽ ഇറക്കാനുള്ള പദ്ധതിയും രോഹിത് ശർമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പന്തിനെ ഓപ്പണിംഗിൽ കളിപ്പിച്ചത്. കഴിഞ്ഞ മാച്ചിലും രോഹിത് ശർമ്മ ഇന്ത്യക്ക് മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് സമ്മാനിച്ചു. പിന്നീടുള്ള താരങ്ങളാണ് പണിയായത്. കോഹ്ലി ഫോമിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. കോഹ്ലി ഫോമായാൽ പിന്നെ ഇന്ത്യക്ക് പേടിക്കാൻ ഒന്നും തന്നെയില്ല. രോഹിത് ശർമ്മയും കോഹ്ലിയുമാണ് ഇന്ത്യയുടെ നട്ടെല്ലുകൾ. അപ്പോൾ നമുക്ക് നാളത്തെ ഏകദിനത്തിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.